പ്രേമിച്ച പെണ്ണെ തന്നെ കല്യാണം കഴിച്ചതുകൊണ്ടാണ് ഞാൻ ഈ കിടന്ന് ഇടിയുള്ളതെന്ന് പറഞ്ഞാൽ നിങ്ങൾ ആരെങ്കിലും വിശ്വസിക്കൂ? ഏറ്റവും കൂടുതൽ സ്നേഹിച്ച പെണ്ണെ തന്നെ അടിയൊടിയൊക്കെ ഉണ്ടാക്കി ആണിനെ പോലെ തന്നെ സ്വന്തമാക്കി. അതോടെ ഹാപ്പി മാരീഡ് ലൈഫ് എന്ന് വിചാരിച്ച് എനിക്ക് തെറ്റി. പ്രേമിച്ച് കിടക്കുന്ന പോലെയല്ല കെട്ടിക്കഴിഞ്ഞാൽ മനസ്സിലാക്കാനേ സത്യം പറഞ്ഞാൽ നീ കെട്ടുക തന്നെ വേണ്ടി വന്നു. ഒരു സാധാരണ മിഡിൽ ക്ലാസ് ചെറുക്കൻ അനുഭവിക്കുന്ന എല്ലാ അർമാദനവും ആസ്വദിച്ച് ജീവിതം വളരെ അടിപൊളിയായിട്ട് കൂട്ടുകാരത്ത് ജീവിച്ചു പോവായിരുന്നു ഞാൻ. പക്ഷേ വീടിന് തൊട്ടപ്പുറമുള്ള വിദ്യ എന്ന് പറയുന്ന പെൺകുട്ടി എനിക്കൊരു ഹായ് വാട്സാപ്പിൽ അയച്ചതിന് ശേഷം തൊട്ട് തുടങ്ങിയ പുകിലാണ് മക്കളെ. ആ ഒരൊറ്റ മെസ്സേജ്, അതാണ് ശരിക്കും എൻ്റെ ലൈഫിന്റെ വഴിത്തിരിവ്. എടാ എന്നാലും അവള് നിന്റെ നമ്പർ ഇങ്ങനെ ഒപ്പിച്ച്? നോ ഐഡിയ മാൻ. ഒറ്റയടിക്ക് ഭയങ്കര സീരിയസ് ആയിട്ടുള്ള പ്രണയം എന്നൊക്കെ അങ്ങ് പറയുക. അത് പെട്ടെന്നൊന്നും ആയിരിക്കത്തില്ല. തൊട്ടപ്പുറത്ത് വലിയ കുട്ടിയല്ലേ, അപ്പൊ പയ്യെ ആയതായിരിക്കും. അത് നിനക്ക് എങ്ങനെ അറിയാം? അത് പിന്നെ അങ്ങനെയൊക്കെ തന്നെ ആയിരിക്കത്തില്ലേ. എവന്റെ ക്ലാസ്മേറ്റ് അല്ലേ, എവൻ തന്നെ നമ്പർ കൊടുത്തു. എടാ ചേട്ടൻ എന്നെ നോക്കുന്നു പോലില്ലടാ. ദിവസം 3 നേരം ഞാൻ മുറ്റടിക്കും ആ പുള്ളിനെ കാണാൻ വേണ്ടി. കാര്യം ഞാൻ എന്റെ ക്ലാസ്മേറ്റ് ഒക്കെ തന്നെ, പക്ഷെ എന്നെ ഒരുമാതിരി ഹംസം പോലെ ആക്കരുത് കേട്ടോ. എന്നാ ദേവിക സെറ്റ് ആക്കി തരാൻ പറഞ്ഞപ്പോ മോളിങ്ങൊന്നും ആയിരുന്നില്ലല്ലോ പറഞ്ഞു. പിങ്കി പ്രോമിസ്. ആ ചേട്ടൻ എനിക്ക് സെറ്റായി, ദേവിക എനിക്ക് ഞാൻ സെറ്റ് ചെയ്തിരുന്നു. പിങ്കി പ്രോമിസ് ഡീൽ. അപ്പൊ നീ ആ നമ്പർ കൊടുത്തല്ലേ? അവക്ക് നിങ്ങളോട് മുടിഞ്ഞ പ്രേമല്ലേ, ഞാൻ അളിയ നിർത്ത്. നിന്റെ കരിയറൊക്കെ നോക്കിയിട്ട് മതിട്ടോ ബാക്കി പ്രേമം മണ്ണം കേട്ടൊക്കെ. ഓക്കെ, അങ്ങനെ പലതും പറയും, നിങ്ങൾ നോക്കൂ. നീ എന്ത് തേങ്ങയാടേ പറയുന്നത്? അവള് വേറെ ക്യാസ്റ്റ് ആണെന്നേ, പോരാത്തതിന് എന്റെ അയൽവാസിയും. നമ്മളൊക്കെ നല്ല ടേംസിൽ പോകുന്നവരാ, ലാസ്റ്റിലും കുളമാവും. പ്രണയിക്കുമ്പോ കുറച്ച് അഡ്വഞ്ചർ ഒക്കെ വേണ്ട തീർത്തേ. നിങ്ങൾ നേരിട്ട് നോക്കൂ. ബാക്കി ചെയ്. ഞാനിവിടെ അടുക്കള പുറത്തേപ്പുണ്ടേ. നീ എവിടെയെങ്കിലും പോയി നിൽക്കേ, എനിക്കെന്ത് ഇതൊക്കെ വേറെ പണിയൊന്നുമില്ല. അല്ല ഞാൻ നിങ്ങളെ മോളല്ലേ, അപ്പൊ നിനക്കറിയണ്ടേ ഞാൻ എവിടെയുള്ളതെന്ന്?